ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ. സംഭവം നമ്മുടെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലുള്ള അമ്പനാട് ഹിൽസ്, അവിടേക്കാണ് യാത്ര. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രിപ്പാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഹിൽ സ്റ്റേഷൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ സ്ഥിരം ഞങ്ങൾ പൊന്മുടിയാണ് ചൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി ചിന്തിക്കാമെന്ന് കരുതി. അപ്പം ഇവിടെ നിന്നൊരു 58 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് 58 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. അപ്പം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ 3 പേരും കൂടെയാണ് കേട്ടോ യാത്ര. ഇനി ഒരാളും കൂടെ ഉണ്ട്, ആൾ വഴിക്ക് വെച്ച് കയറും. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കിലോമീറ്റർ പ്രതികാരം ചെയ്യാണല്ലേ സജി. ഇതൊരു കുഞ്ഞു പാതയാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു കാറിന് മാത്രം. ട്രാക്ടറോ? ഇതെന്താണ് ഈ വണ്ടി? അയ്യേ, ഇത് സെപ്റ്റിക് ടാങ്കിൽ. ശരിക്കും നമുക്ക് തെന്മല ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോവേണ്ടത്. അവിടുത്തെ കുറേ കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. സംഭവം എൻ്റെ കയ്യിൽ ഒരു ആപ്പിളൊക്കെ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. പക്ഷെ ഒരുപാട് പേരുള്ളതുകൊണ്ടേ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. കണ്ടില്ലേ, കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഒരുപാട്. ഫുഡ് കൊടുക്കണം എന്നുണ്ട്. ഒരു പ്രാവശ്യം എനിക്ക് ഇതുപോലെ ഫുഡ് കൊടുത്തിട്ട് നല്ലൊരു പണി കിട്ടിയതാണ്. ദേഹത്തൂടെ ചാടി കയറിയിട്ട് ആ ഒരു പേടിയുണ്ട്. ഒറ്റയ്ക്കിരിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കാം. ഒരുപാട് പേര്. നമ്മൾ ഏകദേശം അമ്പനാട് ഹിൽസിലോട്ട് ഇനി ഒരു 3.5 കിലോമീറ്റർ പ്രതികാരം ചെയ്യാണല്ലേ സജി. ഇതൊരു കുഞ്ഞു പാതയാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു കാറിന് മാത്രം. ശരിക്കും ആ കാണുന്ന ആ മലയുടെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് നല്ല മഞ്ഞുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് വ്യൂ എന്നൊന്നും അറിയില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. ശരിക്കും ഈ അമ്പനാട് ഹിൽസ് ഇനിയിപ്പോൾ എത്താൻ ഇനിയുണ്ട് കേട്ടോ, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ റബ്ബർ കാടുകളും അതുപോലെ കൂടുതലും കൈതച്ചക്കയുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിളിൻ്റെയും അതുപോലെ എന്താ പറയുക, കശുവണ്ടിയുടെ ഒക്കെ കൃഷിയാണ് കേട്ടോ ഈ ഒരു സൈഡ് മൊത്തം. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ കൂടുതലും ഇങ്ങോട്ട് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ആഹാരം കഴിച്ചിട്ട് വരാൻ ശ്രമിക്കുക. കാരണം ഇങ്ങോട്ടൊന്നും ഒരു കടയും ഈ ഒരു പോണ ലൊക്കാലിറ്റിയിലൊന്നും ഇല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ചെറിയൊരു വെള്ളം പോകുന്നുണ്ടേ. ജസ്റ്റ് ഒന്ന് കാല് കഴുകിയിട്ട് വരാം. കാല് കഴുകാനായിട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്ന തോന്നുന്നില്ല, കാരണം ഭയങ്കര ഹൈറ്റ് ഉണ്ട് ഇവിടെ നിന്ന്. ഇത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ഇല്ലാത്തതായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു കല്ലൊക്കെ കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ നിന്ന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ടൊന്നും പറ്റില്ല. പക്ഷെ അടിപൊളി കേട്ടോ. അങ്ങോട്ട് കണ്ടോ, ഫുൾ റബ്ബറാണ്. കണ്ടോ, അടിപൊളി ഒരു വ്യൂ ആണ്. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ ദൂരെ തണുപ്പ് കാണാന്നുള്ള അല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ തണുപ്പില്ല കേട്ടോ. മഞ്ഞൊന്നും കാണാനില്ല. ദൂരെ മഞ്ഞുണ്ട് കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ ഹിൽ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ എപ്പോഴും കാണുന്ന തേയിലപ്പാടങ്ങളാണ്. ഇവിടെ മൊത്തം മറ്റേ പൈനാപ്പിളിൻ്റെ ആണ് കൃഷി. മൊത്തത്തിൽ പൈനാപ്പിളാണ്. ശരിക്കും ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉള്ള സ്പേസ് ആണെന്ന് തോന്നുന്നു. കാരണം ഇതേണ്ടല്ലേ ഈ ഒരു ഇലക്ട്രിക് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ആനയും കാട്ടുപോത്തും ഒക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോസ് റെഫർ ചെയ്തപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതുവരെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല. പിന്നെ ഈ മഞ്ഞെന്ന് പറയുന്നത് നമുക്ക് ഈ ദൂരെ ഇങ്ങനെ മഞ്ഞൊക്കെ നമുക്കിങ്ങനെ മുകളിൽ മഞ്ഞുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റിൽ നിൽക്കുന്ന സ്ഥലത്ത് വെയിലും അല്ല മഴയല്ല, എന്നാൽ എന്താ പറയുക, തണുപ്പും ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് വരുന്നതിനേക്കാളും ഒന്ന് ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഇത്തിരി കംഫർട്ടായിരിക്കും. കാരണം ഒരു ഇത്തിരി ഉള്ളിലേക്ക്
ആണ് ഈ ഒരു സ്പേസ് വരുന്നത്. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇതുവരെ ആകെ ഒരു 2 പേര് അങ്ങോട്ട് പോകുന്ന അല്ലാണ്ട് വേറെ ആരെയും കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ടങ്ങോട്ട് എനിക്ക് തോന്നുന്നു ചിലപ്പം ആൾക്കാരുണ്ടാവാം. അങ്ങോട്ടങ്ങോട്ട് എന്താണ് വ്യൂ എന്നുള്ളത് അറിയില്ല. ഇപ്പം ഉള്ളത് വെച്ചിട്ട് കുറേ പൈനാപ്പിളിൻ്റെ പാടങ്ങളാണ് കേട്ടോ കാണുന്നത്. പൈനാപ്പിളും പിന്നെ അതിൻ്റെ ഇടയിൽ റബ്ബറുമാണ്. ഇവിടെ മൊത്തം റബ്ബർ കാടാണ്, ഫുൾ റബ്ബറാണ്. റബ്ബറിൻ്റെ ഇടയിൽ പൈനാപ്പിളും ആണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു തേയില എസ്റ്റേറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ സംഭവം അറിയില്ല. നോക്കാം. ഭൂമി ജനജീവിത കുറേ നേരമായിട്ട് ഈ മയിലിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ശരിക്കും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു കാറ് പോകാനുള്ള ഒരു സ്പേസേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു കാർ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പെടും. കാരണം 2 സൈഡിലും നല്ല എന്താ പറയുക ഇറക്കമുള്ള, അതെ, ഭയങ്കര സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. നമുക്ക് നല്ലൊരു അമ്പലം കാണിച്ചു തരാമേ. അതെ, ശരിയാണ്. ഇതിന്റെ ലുക്കൊക്കെ കണ്ടിട്ട് തമിഴ്നാട് ടച്ച്. നല്ല അടിപൊളി ഒരു വ്യൂ ആണേ. ശരിക്കും ഇത് മഞ്ഞല്ല കേട്ടോ. ദേ ഈ ഇലകളുടെ കളർ കണ്ടിട്ട് നമുക്ക് ദൂരം നിന്ന് തോന്നുന്നതാണ് മഞ്ഞായിട്ട്. ഇവിടെ മഞ്ഞൊന്നുമില്ല, ബട്ട് നമുക്ക് വെയിലിൻ്റെ ചൂടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസാണ് ശരിക്കും. മോൾക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവള് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്ലേസ് കേട്ടോ. ഒരു സൈഡിൽ മൊത്തം ഈ ഒരു മലയും ഓപ്പോസിറ്റ് സൈഡിൽ മൊത്തം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇങ്ങോട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദൂരം വരെ നമുക്ക് മൊത്തത്തിൽ പൈനാപ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു സൈഡിൽ മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. അടിപൊളി വെള്ളച്ചാട്ടം വരണുണ്ടേ. കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ പറഞ്ഞ വഴിയിൽ. ശരിക്കും ഇങ്ങോട്ടേക്ക് അധികം ടൂറിസ്റ്റ് ഒന്നും വരാത്തോണ്ടായിരിക്കും കേട്ടോ. ഫുൾ ഓഫ് റോഡാണ്. ഇവർ പണിയൊന്നും ചെയ്യാറില്ല എന്ന് തോന്നുന്നു. നല്ല പണി കിട്ടും കേട്ടോ. 2 വീലറിലൊക്കെ വരണമെങ്കിൽ ടയറിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഏകദേശം നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ നമ്മൾ പാസ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. ശരിക്കും ഒരു കാറിന് ആണ് പൈസ കേട്ടോ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഒരു കാറിന് 500 പേയ്മെൻറ്റ്. പിന്നെ ക്യാഷ് കയ്യിൽ കൊണ്ടുവരാത്തവരാണെങ്കിൽ പെടും. ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്തു കേട്ടോ. ജിയോയ്ക്ക് മാത്രമേ ഇവിടെ നെറ്റുള്ളൂ. ആ ജിയോയുടേതാണെങ്കിൽ ഇങ്ങനെ വന്നും പോയി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പാടുപെട്ടു. ക്യാഷ് ഉള്ളവർ കുറച്ച് ക്യാഷൊക്കെ കയ്യിൽ കരുതിയാൽ നാണം കെടാതെ പോവാം. എങ്ങനെയുണ്ട് ചെപ്പു? വെള്ളം. ഇനി അകത്തേക്ക് ടീ എസ്റ്റേറ്റ് മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ ആൾക്കാർക്കായിട്ട് പ്രത്യേകിച്ച് പാസ് എടുക്കേണ്ട, വണ്ടിക്കാണ് പാസ്. ശരിക്കും നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്തൊരു 3 കിലോമീറ്റർ ആണ് കേട്ടോ നമുക്ക് വ്യൂ ഉള്ളത്. അതിൽ തേയിലത്തോട്ടം ഉണ്ട്, അല്ലാണ്ട് പാറക്കെട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇതുവഴി തന്നെ തിരിച്ചു വരാം. 3 കിലോമീറ്റർ ആണ് കേട്ടോ അവർ പറയുന്നത്. ശരിക്കും ഈ ഒരു എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ കേരള ടൂറിസ്റ്റിൻ്റെ കീഴിൽ വരുന്നതല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. ഇവിടെ തേയില പറിക്കുന്ന ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അടിപൊളി വ്യൂ ആണ്. 2 സൈഡിലും പാറകളാണ്. പിന്നെ എന്താ പറയുക, ഒരു കുഞ്ഞു വഴിയായിട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴും വഴിയുടെ അളവ് കുറഞ്ഞു വരികയാണ്. കുഞ്ഞു വഴിയാണ്. ഒരു കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പെടും. ശരിക്കും നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. നോക്കോ, അടിപൊളി. കുറച്ച് പേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ഇറങ്ങി നിന്ന് കാണാൻ പറ്റുന്ന നല്ല വ്യൂ ഉള്ളൊരു പ്ലേസാണ് കേട്ടോ. ജസ്റ്റ് ഒരു പാറയാണ്. അതിൻ്റെ പുറത്ത് നിന്നാൽ നമുക്ക് ഈ ഒരു അമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മല മൊത്തം കാണാൻ പറ്റും കേട്ടോ.
പിന്നെ നമുക്ക് ദൂരെ കാണുന്നത് അതാണ് കേട്ടോ ഒരു ടീ എസ്റ്റേറ്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല ഭയങ്കരമായിട്ടുള്ളൊരു കാടാണ്. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ വ്യൂ നോക്കുമ്പോഴത്തേക്കും കുറേ വീടുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, വീടുകളൊന്നുമില്ല. ആൾതാമസം എന്ന് പറയാൻ വേണ്ടിയിട്ട് ശരിക്കും ആ എസ്റ്റേറ്റിൽ ആൾക്കാരുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ ഗൈഡുമാരുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് നാട്ടുകാരായിട്ട് ആരും താമസത്തിനൊന്നുമില്ല. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒറ്റപ്പെട്ടു പോകും കേട്ടോ. കാരണം ആൾക്കാരെന്ന് പറയാൻ അങ്ങും ഇങ്ങും ഓരോ ഗൈഡുകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരു 1/2 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഫോറസ്റ്റിൻ്റെ ഇത് തുടങ്ങുന്നതോടുകൂടി നമുക്ക് നമ്മുടെ യാത്ര അവസാനിപ്പിക്കാം. ശരിക്കും ഇതുവരെ ഉള്ളൂ കേട്ടോ, ലാസ്റ്റാണ്. കണ്ടില്ലേ, എൻട്രി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ബിയോണ്ട് ദ സൈൻ ബോർഡ്. ഇതിന് മുകളിലേക്ക് കയറരുതെന്നാണ് കേട്ടോ പറഞ്ഞേക്കണം. പക്ഷേ ഇവിടെ വരുന്നവരെല്ലാവരും ഇതിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. പിന്നെ വ്യൂ ഒക്കെ നൈസാണേ. സംഭവം മഞ്ഞായിട്ടൊന്നും ഇല്ലെങ്കിലും കാണാനുള്ള വ്യൂ ഒക്കെ കൊള്ളാം, അടിപൊളിയാണേ. ഇവിടെ ആനയുടെ കേന്ദ്രമാണ്. ഇതിലേ കൂടെ വരുന്ന ആന ഇങ്ങനെ പോയി ആ വനത്തിനിടത്തിൽ കൂടെ ആനത്താഴ് പോലെ ഞങ്ങളുടെ ഇവിടുത്തെ പച്ച കൈറോടെന്ന് പറയും. ഇങ്ങനെ പോയി ആ വനത്തിനിടത്തിൽ കൂടി ഇതങ്ങ് അങ്ങ് പോകുന്നു. ശരിക്കും ഇതാണ് കേട്ടോ നമ്മളിവിടെ അമ്പനാട് എസ്റ്റേറ്റ് കാണാൻ വരുമ്പോഴുള്ള എൻഡിൽ ഉള്ള ആ പാറക്കെട്ടിൽ നിന്നുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. നമ്മുടെ ആ ഒരു സൂര്യൻ്റെ കൂടെ ആ ഒരു മലയും കൂടെ വന്നിട്ട് അടിപൊളിയാണ്. ഏകദേശം ടൈം ഒരു 4-4:30 മണിയായിട്ടുള്ളൂ. പക്ഷെ നല്ല വ്യൂ ആണേ. ശരിക്കും ഭയങ്കര കൊടും കാട് എന്ന് തന്നെ നമുക്ക് പറയാം. നോർമലി നമ്മൾ കാണുന്ന ഹിൽ സ്റ്റേഷൻ പോലെയല്ല. ഒരിക്കലെങ്കിലും ഇവിടെ വരണം കേട്ടോ എല്ലാവരും. ശരിക്കും ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് കേട്ടോ പറയുന്നത്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങും. ഭയങ്കര ഇത്തിരി ഒരു പ്രശ്നമുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി ഒന്ന് കെയർ ചെയ്ത് വേണം വരാനായിട്ട്. പിന്നെന്താ പറയണ്ടേ, പക്ഷേ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാണുമ്പോൾ നല്ലൊരു ഓഫ് റോഡ് യാത്ര. പിന്നെ എന്താ പറയുക, കുറച്ചൊക്കെ നല്ല കുറേ നല്ല വ്യൂസ് ഉണ്ട്, നല്ല പോയിൻറ്റ്സൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ അങ്ങനെ കടകളൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഒന്നും കഴിക്കാനായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ആകെ നമ്മൾ ഈ ഒരു എസ്റ്റേറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ചായക്കട മാത്രമേ ഇവിടെ ഉള്ളൂ. എന്താ പറയുക, നമ്മൾ നോർമൽ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നില്ലെങ്കിൽ പെട്ടുപോകും. കാരണം ഈ ഒരു ഏരിയയിൽ ഒരു 10-20 കിലോമീറ്ററിനകത്ത് ഒരു കട പോലും ഇല്ല ഈ ഒരു ചായക്കട അല്ലാണ്ട്. പിന്നെ ഇവിടെ എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയത് ഒരു മയിലിനെ കണ്ടോ. ഇവിടെ ഉള്ളവർക്ക് ഇതൊരു അത്ഭുതമല്ല കേട്ടോ. നമുക്കാണെങ്കിൽ അയ്യോ മയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് പോകുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അവർക്കൊന്നും ഇതൊരു കാര്യമേ അല്ല. അതിന് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കപ്പലണ്ടി, അതുപോലെ തന്നെ ബട്ടർ ബണ്ണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വന്ന് കഴിച്ചുകൊണ്ട് പോകും കേട്ടോ. അതാണിപ്പോൾ ഞാൻ അതിനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു പുതിയ അനുഭവമാണ് കേട്ടോ. അവിടെ ഉള്ളവർ പറഞ്ഞതാണ് അങ്ങനെ അത് വാങ്ങിച്ച് കഴിക്കും എന്നാണ്. അതായത് നമ്മുടെ ഇവിടെ കോഴിയെ പോലെയൊക്കെയാണ്. അവിടെ മയിലിനൊന്നും ആരും ശ്രദ്ധിക്കണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സ്പോട്ട് കണ്ടു കേട്ടോ. അത് നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് ശ്രദ്ധിച്ചില്ല. തിരിച്ചു വന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗിയിൽ ഇത് കാണാനായിട്ട് പറ്റിയത്. ഇത് പോയപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. പക്ഷേ തിരിച്ചു പോകാൻ നേരത്ത് നമ്മളൊന്ന് ഇറങ്ങി നോക്കാമെന്ന് കരുതി ഉള്ളിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അകത്തൂടെ ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടം. അതായത് ഭയങ്കര ഹെവി ആയിട്ട് വെള്ളമൊന്നും വരുന്നില്ലെങ്കിലും അടിപൊളി ഒരു വ്യൂ അകത്തേക്കുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്കോ 2 പേരായിട്ടോ വരാൻ നോക്കാതെ കുറച്ചധികം ഒരു 4-5 പേരായിട്ട് ചൂസ് ചെയ്യുക. കാരണം ഈ ഒരു ഏരിയ അധികം ആൾക്കാരില്ല എങ്കിൽ നമ്മൾ മൊത്തത്തിൽ പെട്ടുപോകും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കാടാണ് കേട്ടോ ഇതിനകത്ത്. കണ്ടോ, നല്ലൊരു പോർഷനാണ് ഇത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എപ്പോൾ വേണോ ആനയോ പുലിയോ കടുവയൊക്കെ വരാം. ഭയങ്കര പീസ്ഫുള്ളാണ് കാണാനായിട്ട്. ശരിക്കും ഭയങ്കര ഒരു ഡേഞ്ചറായിട്ടുള്ള കൂടെ ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. എന്തായാലും ഈ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടും കൂടെ വന്ന് ആ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യുന്നവർക്ക് ഓഫ് റോഡൊക്കെ വന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഈ ഒരു സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലാത്തവരുണ്ടാവും ചിലപ്പോൾ. ഈ ഒരു സ്പേസ് നമ്മുടെ ടൂറിസ്റ്റിൻ്റെ കീഴിലല്ലാത്തതുകൊണ്ട് തന്നെ അറിഞ്ഞൂടാത്തവർ വരെ ഉണ്ടാവാം. പക്ഷെ എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് നോക്കണം. പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ നേരമുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണേ. ബൈ.